പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. മാളികമുറിയിലെ കാൽ കഴുകൽ ശുശ്രൂഷയുടെയും ഗത്സമന തോട്ടത്തിലെ പീഡാനുഭവത്തിൻ്റെയും മധ്യയാണ് കർത്താവിൻ്റെ ഈ പ്രാർത്ഥന ഉയരുന്നത്. പുത്രനിൽ കൂടെ ദൈവിക പ്രവർത്തനം പൂർത്തിയാക്കണമെന്നും പിതാവിൻ്റെ പൂർണ്ണ തേജസ് വെളിപ്പെടേണ്ടതിന് പുത്രനെ ഉയർത്തണമെന്നും തമ്പുരാൻ പിതാവാം ദൈവത്തോട് അപേക്ഷിക്കുന്നു. സ്വർഗീയ ആരാധനയിലെ അവിഭാജ്യ ഘടകമാണ് മഹത്വീകരണം. ഇവിടെ പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് തൻ്റെ ജീവനെ തന്നെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ്. തൻ്റെ ജീവൻ പിതാവിലേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈ ഭാഗത്ത് വിവരിക്കുന്നു. മഹത്വത്തിലേക്കുള്ള വഴിയും വ്യക്തമാക്കിയിരിക്കുന്നു. അത് ക്രൂശ് മരണമല്ലാതെ മറ്റൊന്നുമല്ല. മനുഷ്യനെ പാപത്തിൽ നിന്നും ഉദ്ധരിക്കുവാനുള്ള തമ്പുരാന്റെ ആത്മത്യാഗത്തെ പിതാവ് അംഗീകരിക്കുന്നതിനാൽ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി ക്രൂശിലെ മഹത്വം ദൈവം തൻ്റെ ഏകജാതനെ നൽകിയതാണ്. സ്വയം ത്യാഗത്തിലൂടെയും സമർപ്പണത്തിലൂടെയുമുള്ള മഹത്വമാണ് യേശുവിൻ്റേത്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ക്രൂശീകരണത്തിനുള്ള നാഴികയാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രൂശീകരണമാണ് യേശുവിനെ സംബന്ധിച്ച് മഹത്വീകരണം. സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള ജീവിതചര്യയും ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മഹത്വം നമ്മെ പിന്നിലാക്കുന്നു. ത്യജിക്കുന്നതിൽ കാണപ്പെടേണ്ടത് സ്വയം എന്ന മനോഭാവത്തെ മാറ്റി നിർത്തുന്നതാണ്. ആയതിനാൽ നമുക്ക് അവൻ്റെ ക്രൂശിങ്കൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ കഷ്ടാനുഭവത്തെയും മരണത്തെയും സ്മരിക്കുന്ന ഈ ദിവസം ബലഹീനരായ ഞങ്ങൾക്ക് ക്രൂശിലെ മഹത്വത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ സംഗതിയാകണമേ. ആമീൻ.